നമസ്കാരം. കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയിരിക്കുകയാണ്. ട്രംപ് ഒരിക്കൽ കൂടെ ലോകത്തിന് മുന്നിൽ നാണം കെട്ട് നിൽക്കുകയാണ്. പലപ്പോഴും ട്രംപ് അങ്ങനെ വഷളായിട്ടുണ്ട്. ചില യുദ്ധങ്ങളൊക്കെ നിർത്തിയതും ചിലതൊക്കെ തുടങ്ങിയതും ഞാനാണ്, എനിക്ക് നോബൽ സമ്മാനം വേണം എന്നൊക്കെ പറഞ്ഞായിരുന്നു ഇയാൾ നേരത്തെ ലോകത്തിന് മുന്നിൽ കോമാളി വേഷം കെട്ടിയത്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ട്രംപിന്റെ അവസ്ഥ അതിദയനീയമാണ്. ഇറാനിൽ കലാപമുണ്ടാക്കി അതിൽ നിന്നും ലാഭം കൊയ്യാൻ വെറിപൂണ്ട് നടന്നിരുന്ന ട്രംപിന്റെ നാട്ടിൽ ഇപ്പോൾ കലാപ സമാനമായ സാഹചര്യമാണുള്ളത്. ഇമിഗ്രേഷൻ ഏജന്റുമാരും അതുപോലെ തന്നെ നാട്ടുകാരും തമ്മിലുണ്ടായിട്ടുള്ള തർക്കം ഒരു യുവതിയെ വെടിവെച്ച് കൊല്ലുന്ന സാഹചര്യത്തിലെത്തി. എന്തായാലും ഇപ്പോൾ പല സ്ഥലങ്ങളിലും നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. പോലീസിന് കണ്ണീർ വാതകം പ്രയോഗിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ട്രംപിനെതിരെ ഒരു സ്റ്റേറ്റ് തന്നെ കോടതിയെ സമീപിച്ചിരിക്കുന്നു. കുടിയേറ്റ വിരുദ്ധ നടപടി അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്തായാലും ആ ഒരു സംഘർഷം, ഈ ഒരു തർക്കം ഇപ്പോൾ അമേരിക്കയിൽ കലാപ സമാനമായ സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു. ഏത് സമയത്താണ് അമേരിക്കയിൽ ഇത്തരത്തിലൊരു അവസ്ഥയുണ്ടായത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധേയമാണ്. ഇറാനിൽ തെരുവിലിറങ്ങിയ കലാപകാരികളോട് അമേരിക്കയുടെ സഹായം ആസന്നമാണ്, നിങ്ങൾ തെരുവിൽ തന്നെ തുടരണം, ഒരിക്കലും തെരുവ് വിട്ടു പോകരുത്, ഞങ്ങൾ സസൂക്ഷ്മം വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, ഇന്റർനെറ്റ് സംവിധാനങ്ങൾ കൃത്യമല്ലാത്തത് കൊണ്ടാണ് പല കാര്യങ്ങളും ഞങ്ങൾ അറിയാൻ വൈകുന്നത് എന്ന് പറഞ്ഞ് കലാപകാരികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ട്രംപ് ഇറാനിൽ ചെയ്തത്. എന്തായാലും അതിന് തിരിച്ചടി അമേരിക്കയിൽ നിന്ന് തന്നെ ട്രംപിന് കിട്ടി എന്നുള്ളതാണ്. അതായത് ഒരു രാജ്യത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ആ രാജ്യത്തുള്ള രാജ്യദ്രോഹികളെ കൂട്ടുപിടിച്ച് ട്രംപ് നടത്തിയ നീക്കത്തിന് അമേരിക്കയിൽ തന്നെ മറുപടി കിട്ടി. എന്തായാലും ഇതിനോടകം ഇറാനിൽ 2000-ലധികം ആളുകൾ, തെരുവിലിറങ്ങിയ പ്രക്ഷോഭകാരികൾ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. രാജ്യദ്രോഹികൾക്ക് മരണത്തിൽ കുറഞ്ഞൊരു ശിക്ഷയില്ല എന്ന് കഴിഞ്ഞ ദിവസം ആയത്തുള്ള അലി ഖംനായി വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ രാജ്യസ്നേഹികളായിട്ടുള്ള ആളുകൾ വ്യാപകമായി തെരുവിലിറങ്ങി രാജ്യദ്രോഹികളെ പ്രതിരോധിക്കാനും തീരുമാനിച്ചു. ഇത് അമേരിക്കക്ക് വലിയ തിരിച്ചടിയായപ്പോഴാണ് കലാപകാരികളോട് നിങ്ങൾ തെരുവിൽ തന്നെ തുടരണം, ഞങ്ങളുടെ സഹായം നിങ്ങളിലേക്ക് എത്തിക്കും, ഉടൻ തന്നെ അതെത്തും, നിങ്ങൾ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയാണ് പോരാട്ടം നടത്തുന്നത് എന്ന് പറഞ്ഞ് ട്രംപ് രംഗത്തെത്തിയത്. അതിനു മുമ്പ് ഒമാന്റെ മധ്യസ്ഥതയിൽ ഒരു ചർച്ചയാകാം എന്ന് ട്രംപ് പറഞ്ഞിരുന്നു. എന്തായാലും ഇനി ചർച്ചയില്ല, ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ചർച്ചയില്ല എന്നുള്ള നിലപാട് വ്യക്തമാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ കലാപകാരികളെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിൽ ട്രംപ് ഇടപെട്ടത്. ഈ സമയത്താണെന്ന് ഓർക്കണം അമേരിക്കയിൽ കലാപ സമാനമായ ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും ഇസ്രായേലിൽ കനത്ത ജാഗ്രത തുടരുകയാണ്. ഏത് നിമിഷവും അമേരിക്കയുടെ ഒരു അറ്റാക്ക് ഇറാനിലേക്ക് ഉണ്ടാകും എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ ഇറാൻ അംബാസഡർമാരെ വിളിച്ചു വരുത്തി അവരുടെ പ്രതിഷേധം അറിയിച്ചു എന്ന വാർത്തകൾ പുറത്തു വരുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാനിലേക്ക് പോകരുത് എന്ന് പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇറാനിലുള്ള പൗരന്മാർ കലാപം നടക്കുന്ന പ്രദേശങ്ങളിലേക്ക് പോകരുത് എന്നുള്ള ഒരു നിർദ്ദേശം, ഒരു വാണിംഗ് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ അമേരിക്കൻ പൗരന്മാരോട് ഇറാനിൽ നിന്ന് തിരിച്ചു പോന്നേ മതിയാകൂ എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. അധികം വൈകില്ല, നിമിഷങ്ങൾക്കകം അമേരിക്കയുടെ സഹായം എത്തുമെന്നാണ് ട്രംപ് കുറച്ചു നേരത്തെ പറഞ്ഞത്. എന്തായാലും ഇറാനെ അമേരിക്ക ആക്രമിക്കുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. അത്തരത്തിലൊരു ആക്രമണം ഇറാനിലേക്ക് ഉണ്ടായാൽ ഇസ്രായേലിന്റെ സ്ഥിതി പിന്നെ കണ്ടറിയേണ്ടി വരും. അത് ഇസ്രായേലിന് നല്ല രീതിയിൽ അറിയാം. ഇസ്രായേലിൽ കനത്ത ജാഗ്രത തുടരുന്നു. അമേരിക്കൻ ബേസുകൾ ഉൾപ്പെടെ ഇറാൻ ആക്രമിക്കും, മിഡിൽ ഈസ്റ്റിലെ മിക്കവാറും എല്ലാ ബേസുകളിലേക്കും ആക്രമണം നടത്തുമെന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഈ ഒരു യുദ്ധത്തിൽ ഇസ്രായേലിന്റെ കാര്യം ഏറെക്കുറെ തീരുമാനമാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇറാൻ അവസാനിച്ചാലും അമേരിക്ക വിജയിച്ചാലും ഇവിടെ കേട് ഇസ്രായേലിനായിരിക്കും എന്നതാണ് ചുരുക്കം.